ഓണം ആഘോഷിക്കാൻ അത്തമെത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ ചില ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അത്തം പിറക്കുന്നതിന് മുൻപായി വീട്ടിൽ നിന്നും നിങ്ങൾ ചില വസ്തുക്കൾ എടുത്തു മാറ്റുക. ഇത് ദുഃഖദുരിതം തീർക്കാൻ സഹായിക്കും. നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കും. അത്തം പിറക്കുന്നതിന് മുൻപായി തന്നെ ഇത് ചെയ്താൽ സർവൈശ്വര്യം വരും. ആദ്യത്തേത് അത്തത്തിന് മുൻപായി, അതായത് സെപ്റ്റംബർ 6-ന് മുൻപായി കളകളും പുല്ലുമെല്ലാം നീക്കി വാതിൽ തുറന്നിറങ്ങുന്ന മുൻഭാഗം വൃത്തിയാക്കി വയ്ക്കുക. ചാണകവെള്ളം തളിച്ചോ മഞ്ഞൾ വെള്ളം തളിച്ചോ ശുദ്ധിയാക്കുക. സാക്ഷാൽ മഹാലക്ഷ്മിയെ വരവേൽക്കാൻ, മാവേലി തമ്പുരാനെ വരവേൽക്കാൻ തിരുമുറ്റം ഒരുക്കി നിർത്തേണ്ടതാണ്. തുളസിച്ചെടിയുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിർത്തുക. മുരടിച്ചതെങ്കിൽ അത് നീക്കി നല്ലതു നടുക. വീട്ടിലെ അടുക്കളയിൽ ധാന്യങ്ങളോ അരിയോ പഴകിയത് ഇരിപ്പുണ്ടെങ്കിൽ കളയുക. അതായത് ഉപയോഗശൂന്യമായവ ഉണ്ടെങ്കിൽ അത് കളയുക. കാരണം ഓണം സമ്പദ് സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഇതിനാൽ ഐശ്വര്യത്തിനായി ഇക്കാര്യം ചെയ്യുക. വീട്ടിൽ ധനധാന്യ സമൃദ്ധിയുണ്ടാകാൻ ഇത് അത്യാവശ്യമാണ്. മാറാല വീട്ടിൽ പിടിച്ചു കിടക്കുന്നത് നല്ലതല്ല. ഇവയെല്ലാം നീക്കുക, പ്രത്യേകിച്ചും കന്നിമൂല ഭാഗത്ത്. ഇതുപോലെ വീട്ടിൽ സമ്പത്ത് സൂക്ഷിക്കുന്ന ഇടം, ഇത് ലോക്കറോ അലമാരയോ എന്താണെങ്കിലും അവയുടെ അടിഭാഗവും മുകൾ ഭാഗവും വൃത്തിയാക്കുക. ഇതുപോലെ വീട്ടിന്റെ പ്രധാന വാതിലും തുടച്ചു വയ്ക്കുക. ദേവി വരുന്നത് പ്രധാന വാതിലിലൂടെയാണ് എന്നാണ് സങ്കല്പം. ഇതിനാൽ ഈ ഭാഗം വൃത്തിയാക്കുക. വീടിന്റെ മുൻഭാഗത്ത് കരിഞ്ഞതോ ഉണങ്ങിയതോ ആയ വൃക്ഷലതാദികൾ മുറിച്ചു മാറ്റുക. ഇവ വീടിന്റെ തിരുമുന്നിൽ നിൽക്കുന്നത് നല്ലതല്ല. പച്ചപ്പും സമൃദ്ധിയും ഉള്ളവ വയ്ക്കുക. വീട്ടിലെ കേടായ പാത്രങ്ങൾ മാറ്റുക, പ്രത്യേകിച്ചും കഴിക്കുന്നവ. ഇതുപോലെ നിലവിളക്കുകൾ, അരിപാത്രം എല്ലാം തന്നെ കഴുകിത്തു തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക. ഇതും അത്തത്തിന് മുമ്പ് ചെയ്യുക.